അതെ, നമ്മളിൽ ആർക്കെങ്കിലും പാത്രങ്ങൾ കഴുകാൻ മടിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വായോ, കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. നമ്മൾ ചിക്കനൊക്കെ കുക്കറിൽ വെച്ചാൽ മെഴുക്കുണ്ടാകും. അതുപോലെ കുക്കർ ബിരിയാണി അതിലൊക്കെ മെഴുക്കൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ മീൻ പൊരിക്കുന്ന ചട്ടി, അതെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അതിലൊക്കെ മെഴുക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു എണ്ണമയം ആകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് വെളിച്ചെണ്ണ കുപ്പി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഈ എണ്ണക്കുപ്പിയൊക്കെ നമ്മൾ ഇതുപോലെ കരടടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഫില്ല് ചെയ്യാൻ അങ്ങ് റീഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വൃത്തിയാക്കിയാൽ മാത്രമേ അത് നമുക്ക് അടുത്തത് നിറക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, പഴക്കം മണക്കില്ലേ എണ്ണയ്ക്കൊക്കെ, കാറിൽ മണക്കുക എന്നൊക്കെ ഞങ്ങളിവിടെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കാനുള്ള ടിപ്പ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ പാലൊക്കെ തേച്ച് കഴുകുന്ന, പാലിൻ്റെ കുപ്പിയൊക്കെ തേച്ച് കഴുകുന്ന ബ്രഷൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ കഴുകുകയാണെങ്കിൽ ആ ബ്രഷും കൂടെ നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. പക്ഷേ ഇതിപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ എന്തായാലും ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പറിങ് എടുക്കുക, അതിങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇടുക. ഇതേപോലെ തന്നെ നമ്മുടെ RKGയുടെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കുറേ നോക്കി, പക്ഷേ കാലിയായിട്ടുള്ള നമ്മുടെ നെയ്യുടെ ബോട്ടിലാണ് ഞാൻ പറയുന്നത്. കാലിയായിട്ടുള്ള നെയ്യുടെ ബോട്ടിലൊന്നും ഇല്ല. നെയ്യുടെ ബോട്ടിൽ തേച്ച് കഴുകാനും നമുക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതേ മെത്തേഡ് അതിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ടിഷ്യൂ പേപ്പർ ബോട്ടിൽ നിറച്ചൊന്നും ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മൾ അതിലങ്ങ് മുറിച്ച് ഇട്ടാൽ മതി. അതിന് ശേഷം തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ RKGയുടെ നെയ്യുടെ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കേണ്ട, പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പം നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ്, കുപ്പിയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം തിളച്ച വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഡിഷ് വാഷ് ലിക്വിഡ്, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, വിമ്മോ പ്രില്ലോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ അതിൽ ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ഡൈല്യൂട്ട് ആയതാണെങ്കിലും അതിലേക്ക് ഉറ്റിച്ചാൽ മതി. അതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിലും. നമ്മളിപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാത്താണെങ്കിൽ 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഡൈല്യൂട്ട് ചെയ്തതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ഇത്തിരി വിനാഗിരിയും കൂടെ, വിനാഗിരിയുടെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, അത് എണ്ണയുടെ മെഴുക്കിൻ്റെ കട്ടി പോലെ. അടിഭാഗത്തൊക്കെ നല്ല കട്ടി പിടിക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ ഇട്ടോളൂ. ഞാനിപ്പോൾ ഒത്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് മതിയാകും. കാരണം നല്ല ചൂടുവെള്ളം ആയതുകൊണ്ടേ അത്രയേ വേണ്ടൂ. എന്നിട്ട് ബോട്ടിലിൻ്റെ അടപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കുലുക്കുക. അങ്ങനെ കുലുക്കിയാൽ മാത്രം മതി. എത്ര ഒട്ടിപ്പിടിച്ച മെഴുക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ അതങ്ങ് വൃത്തിയായി കിട്ടും. പിന്നെ തിരിച്ച് പിടിച്ചിട്ടും കൂടെ കുലുക്കിക്കൊള്ളു കേട്ടോ. കാരണം ഈ ഒരു ടോപ്പില്ലേ അടപ്പ്, ആ അടപ്പിൻ്റെ മേലെയൊക്കെ ആ മെഴുക്കുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പോകാൻ ഇങ്ങനെ ചെയ്യാൻ നന്നായിരിക്കും. പിന്നെ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള ബോട്ടിലായതുകൊണ്ട് തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചത്. പക്ഷേ ചിലത് തിന്നായിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കേണ്ട, ചൂട് വെള്ളം മാത്രം ഇതൊന്ന് ചൂടാക്കുക. ഒരു ഇളം ചൂട്, കൈ നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ചൂടുണ്ടാവില്ലേ, ആ ചൂടിൽ എടുത്താലും മതി. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടുവെള്ളം ഒഴിക്കാനേ പാടില്ല, പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇതിപ്പോൾ ഞാനിപ്പം തിരിച്ച് പിടിച്ചിട്ട് കുലുക്കിയിട്ട് ആ ടോപ്പ് ഒരു റബ്ബറിൻ്റെ അടപ്പാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നിങ്ങൾ കഴുകുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള റബ്ബറിൻ്റെ അടപ്പ് നമുക്ക് എളുപ്പത്തിൽ കഴുകാൻ വേണ്ടി നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടാവില്ലേ, ഒരു ബ്രഷ് അതിനായിട്ട് തന്നെ നമ്മൾ സിങ്കിൻ്റെ അടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ അടപ്പിൻ്റെ ഒക്കെ, അതൊക്കെ ഉരച്ച് തേച്ച് കഴുകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ആ ഒരു ടിഷ്യൂ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടല്ലോ, അത് എടുത്ത് മാറ്റട്ടെ. ഇതിപ്പം ഇതിൻ്റെ വായുടെ ഭാഗത്ത് നല്ല ഒരു നീളത്തിലുള്ളൊരു ഭാഗമായതുകൊണ്ട് കൈയിട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടോ, അതിപ്പോൾ എടുത്ത് കളയട്ടെ. പക്ഷേ നമ്മുടെ നെയ്യുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല, നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ബ്രഷൊന്നും ഇട്ടിട്ട് നമുക്ക് കഴുകുകയേ വേണ്ട, കാരണം അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ജസ്റ്റ് റണ്ണിങ് വാട്ടർ ഇട്ടിട്ട് ഒന്നും കൂടെ ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ തൃപ്തി വരുന്നത് വരെ കഴുകിയാൽ മാത്രം മതി. കണ്ടോ, എത്ര കട്ടിയുള്ള മെഴുക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. കാരണം അടിഭാഗത്തൊക്കെ ഇങ്ങനെ കരട് അടിഞ്ഞ് കിടക്കുകയായിരുന്നു, അതെല്ലാം വൃത്തിയായില്ലേ. ഞാനിപ്പോൾ ബ്രഷൊന്നും ഇട്ടിട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം, വെള്ളത്തിൻ്റെ അംശം പോയതിന് ശേഷം മാത്രം എണ്ണ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എണ്ണ നമുക്കതിൽ ഒഴിച്ചു വെക്കാം. ഇനിയിപ്പം നമ്മൾ മീനൊക്കെ പൊരിച്ച ചട്ടിയൊക്കെ അതിൽ എണ്ണ മെഴുക്ക് നന്നായിട്ടുണ്ടാവില്ല. ഇത് ഞാൻ മുട്ട വറുത്തതായിരുന്നു,
അപ്പോൾ മുട്ട പൊരിച്ചത്, അപ്പോൾ എണ്ണ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ മീനൊക്കെ വറക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള എണ്ണയാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ അത് എന്താ പറയുക വൃത്തിയാക്കാൻ പറ്റും. കുറച്ച് ആട്ടപ്പൊടി ഉണ്ടാവില്ലേ, ഗോതമ്പ് പൊടി, ആ ഗോതമ്പ് പൊടി ഇട്ടിട്ട്, വെള്ളമൊന്നും ആക്കണ്ട കേട്ടോ, ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്നങ്ങ് എല്ലാവിടെയും പുരട്ടി വെച്ചാൽ മതി. കാരണം ആ ഒരു എണ്ണ മെഴുക്കെല്ലാം ആ ഗോതമ്പ് പൊടിയിലേക്ക് ആയിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ കൈ ഒന്നും തൊടുകയേ വേണ്ട, ആ ചട്ടുക എടുത്തിട്ട് തന്നെ ഒന്നങ്ങ് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ എണ്ണയുടെ അംശം ഇതിൽ കുറവാണ്, പക്ഷെ നല്ല എണ്ണ ആയാൽ പോലും നമുക്ക് ഇത് ചെയ്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് മടക്കിയിട്ട് അതങ്ങ് കളഞ്ഞാൽ മതി. നമ്മളിങ്ങനെ അല്ലാതെ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അതും കൂടെ സിങ്കിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ടാപ്പ് തുറന്ന് ആ വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ മെഴുക്കിങ്ങനെ പോക്കിയതിന് ശേഷം കഴുകും. അങ്ങനെ കഴുകുമ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ സിങ്കിലൊക്കെ ആ മെഴുക്കൊക്കെ ആവുകയും ചെയ്യും. പിന്നെ ആ ഒരു പ്രത്യേകിച്ച് മത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വറുത്ത സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ആ ഒരു സിങ്ക് ഏരിയയൊക്കെ പാത്രം കഴുകുന്നിടത്തിലേ. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ മീൻ വറുത്ത മണം, അതായത് നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് വരുന്ന മണമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഇനിയിപ്പം സോപ്പ് ഇട്ടിട്ട് കഴുകേണ്ട, അല്ലെങ്കിൽ ലിക്വിഡ് വാഷില്ലേ, ഡിഷ് വാഷ് ലിക്വിഡ്, അതൊക്കെ ഇട്ടിട്ട് നമുക്കിത് കഴുകേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത്രയും ഇത് ക്ലീനായിട്ട് കിട്ടും. ഇരുമ്പിൻ്റെ നമ്മൾ പൊരിക്കുന്ന കല്ലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പം അടിയിൽ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഇനി സ്ക്രബ്ബർ ഇട്ടിട്ട് തേച്ച് കഴുകിയാൽ മതി. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒന്ന് കഴുകിയാൽ മാത്രം മതി. ഇനി അടുത്തത്, നമ്മളിപ്പം എണ്ണക്കുപ്പിയിൽ ബോട്ടിലെ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഉറ്റി വീഴുവാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകും കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പൊട്ടിയിട്ട് നമ്മൾ എണ്ണയൊക്കെ മറിയുവാണെങ്കിൽ അത് തുടക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ. നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുപ്പി ചില്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അതായത് കുപ്പി പൊട്ടിയുള്ള അവസ്ഥയാണ്, എടുത്ത് മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, തുണി ഉപയോഗിച്ചിട്ട് മൊത്തം വടിച്ചെടുക്കും. ആ തുണി നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല, അങ്ങനെ കളയേണ്ടി വരും. അതുപോലെ തന്നെയാണ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ എണ്ണ ഉറ്റുവാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കും. അപ്പം നമുക്ക് ആ തുണിയുടെ മെഴുക്ക് പോക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി നമ്മൾ ആ തുണി അങ്ങ് ഒഴിവാക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും, ഇതുപോലെ തുണിയൊന്നും വേസ്റ്റ് ആക്കേണ്ടിയും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ആട്ടപ്പൊടി വേസ്റ്റ് അല്ലേന്ന്. പക്ഷേ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ, ഇത്തിരി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദോശയൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് 1-2 ചപ്പാത്തിയൊക്കെ കളയുന്നില്ലേ, അതിൻ്റെ ഒന്നും നല്ലൊരു അംശം പോലും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എന്നും ഇങ്ങനെ നമ്മൾ എണ്ണ ഇങ്ങനെ റീഫില്ല് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇതിപ്പോൾ മാസത്തിലൊരിക്കൽ മാത്രമാണ് ഈ കുപ്പിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ മറിയോ, ആ ഒരു സമയത്ത് ഇത്തിരി പൊടി എടുക്കുന്നത് കൊണ്ട് വലിയൊരു നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. ഇതിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. എണ്ണ ഉറ്റിയ ഭാഗത്തേക്ക് ഇത്തിരി പൊടി ഇടുക, എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊടി ഇളക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണയൊക്കെ ആ പൊടിയിലേക്കാവും. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു സാധാരണ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതങ്ങ് എല്ലാം വാരിക്കളഞ്ഞാൽ മാത്രം മതി. എണ്ണയുടെ അംശം ഒട്ടും തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ഇനി നിലത്തോ ഉണ്ടാവില്ല. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ തുടക്കുന്നത് പോലെ തുടച്ചാൽ മതി. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഇല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടും ഇതുപോലെ നമുക്ക് എണ്ണയുടെ മെഴുക്ക് പോക്കാം കേട്ടോ. ഇനിയിപ്പോൾ പാല് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഉറ്റി വീഴുവാണെങ്കിൽ തന്നെ നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ തുടക്കുമ്പോൾ പാലിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. അപ്പോൾ നന്നായിട്ട് സോപ്പിട്ടിട്ട് നമ്മൾ ആ തുടക്കുന്ന തുണി കഴുകിയെടുക്കേണ്ടി വരും. അതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ സ്പോഞ്ച് ഉണ്ടാവില്ലേ, സ്ക്രബ്ബർ, അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒപ്പി എടുത്ത് അബ്സോർബ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ സ്പോഞ്ച് അങ്ങ് വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത് തുണി കൊണ്ട് നമ്മൾ തുടക്കുന്നതിനേക്കാളും. പിന്നെ ഇത് പിഴിഞ്ഞ് ഒന്നും കൂടെ കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അതങ്ങ് തുടച്ചെടുത്താൽ മതി. ഇതാകുമ്പം സ്മെല്ല് ഉണ്ടാവില്ല. കാരണം നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇതേ സ്പോഞ്ച് തന്നെയാണല്ലോ ഡിഷ് വാഷ് ലിക്വിഡിൽ ഡിപ്പ് ചെയ്തിട്ട് തേച്ച് കഴുകുന്നത്. അപ്പോൾ സ്പോഞ്ചിന് ആ മണം ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് തുടക്കുന്നതെങ്കിൽ ആ തുണി സോപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കഴുകേണ്ടി വരും. ഇനിയിപ്പം ചിക്കനൊക്കെ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ ബിരിയാണിയൊക്കെ വെക്കില്ലേ, ഈ കുക്കർ കഴുകാൻ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മടിയായിരിക്കും. ഈ മെഴുക്ക് പൊക്കിയിട്ട് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ മടി പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് മെഴുക്കായിട്ടുള്ള കുക്കറിൽ ഇത്തിരി നന്നായിട്ട് തിളച്ച വെള്ളം, ഇത് ഇളം ചൂടുവെള്ളമല്ല, നേരത്തെ നമ്മൾ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെയല്ല, നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ അങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഒന്നങ്ങ് ചുറ്റിച്ച് നോക്ക്, അപ്പം തന്നെ അതിലെ അടിയിലുള്ള ആ മെഴുക്കൊക്കെ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് കലങ്ങും കേട്ടോ.
എന്നിട്ട് ആ ഒരു വെള്ളം അങ്ങ് ഒഴിവാക്കിയിട്ട് നേരത്തെ നമ്മൾ ബോട്ടിലൊക്കെ ചെയ്തതുപോലെ വെറുതെ ഒന്നങ്ങ് കഴുകിയാൽ മതി. ആ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടിക്കൊക്കെ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്ക്രബ്ബർ ഇട്ടിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് തേച്ച് കഴുകിയാൽ മതി. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്താൽ തന്നെ നമ്മുടെ കയ്യിലും ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ അംശമൊക്കെ ആവുന്നത് കുറയും. പക്ഷേ തിരക്കിൻ്റെ സമയത്ത് ഞാൻ പോലും ഇതൊന്നും ചെയ്യാറില്ല. എപ്പോഴെങ്കിലും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കാണുമ്പോഴാണ് ഞാനും ഈ ഒരു ട്രിക്കൊക്കെ ഉപയോഗിക്കുക. പക്ഷേ ഇനി എന്നും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പണി തീരണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈയൊക്കെ നമുക്ക് അധികം ഈ സോപ്പിൻ്റെ പതയോ അല്ലെങ്കിൽ സോപ്പിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരിക്കലും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് കെയർ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. ഇനിയിപ്പം അടുത്തതാണേ സിങ്കിൽ ഇപ്പം നമ്മുടെ ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടാകും. പ്ലേറ്റ് പ്രത്യേകിച്ച് ഈ മീനും ചിക്കനും ഒക്കെയുള്ള പ്ലേറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ എല്ലാം സ്മെല്ലുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡിലേക്ക് ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വയ്ക്കുക. അത് ഉപയോഗിച്ചിട്ട് കഴുകുക. പിന്നെ ഇതുപോലെ തന്നെ ഈ സ്മെല്ല് പോക്കാൻ വേണ്ടിയിട്ട്, അതായത് മീനിൻ്റെയും ചിക്കൻ്റെയും മുട്ടയുടെ ഒക്കെ സ്മെല്ല് പോക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഈ ഒരു സിങ്കിലേക്ക് ഇട്ട പാത്രങ്ങളിൽ എല്ലാം തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റ് തിന്ന പ്ലേറ്റ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഫുഡ് കഴിച്ച പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആയിരിക്കുമല്ലോ സ്മെല്ലുണ്ടാവുക. തിളച്ച വെള്ളം അതിലെല്ലാം അങ്ങ് ഒഴിച്ചതിന് ശേഷം ടാപ്പ് അങ്ങ് തുറന്നോ. കാരണം ആ ഒരു സിങ്കിൻ്റെ താഴെയുള്ള പൈപ്പ് PVC ആണ്. ചിലപ്പം അത്രയും തിളച്ച വെള്ളം ഉരുകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം ആ ഒരു പാത്രങ്ങളിലെല്ലാം ഒഴിച്ചതിന് ശേഷം ടാപ്പും തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡില്ലേ, ഡൈല്യൂട്ട് ചെയ്തത്, അതായത് അത് നമ്മുടെ ഞാനിപ്പോൾ എടുത്തത് വിം ലിക്വിഡും പിന്നെ നമ്മുടെ കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തേച്ച് കഴുകുക. അപ്പം വിനാഗിരിയുടെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മീനിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ മുട്ടയുടെ മണോ ചിക്കൻ്റെ മണോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. നല്ല ജലദോഷം കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ദിവസമായി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് വൈകിപ്പോയത്. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാരിറ്റി കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കമൻസ് ആയിട്ട് അങ്ങ് അറിയിക്കണേ. പിന്നെ വലിയൊരു സന്തോഷം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ 50K 50,000 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ല. 51,000 പേര് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ആ ഒരു പിന്തുണയില്ലേ, ആ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സില്ലേ, അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെ പറയണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് സൗണ്ടൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്